നമസ്തേ എവരി വൺ. നമുക്കിന്ന് പേരൻറ്റിങ്ങിനെ കുറിച്ച്, അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഫാദർ ഇല്ല മദറായി തീരുക. ഇപ്പം നമുക്കിനി പോയിട്ട് പഠിച്ച് ഒരു കളക്ടറാകാനോ ചീഫ് സെക്രട്ടറി ആകാനോ ഓപ്പർച്യൂണിറ്റി ചിലപ്പം അനുവദിക്കത്തില്ല. പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ അബ്ദുൽ കലാമിനെ പോലൊരു പേഴ്സണാലിറ്റിയുടെ മാതാവോ പിതാവോ ആകാൻ നിങ്ങൾക്ക് കഴിയാം. അപ്പോൾ പാരൻറ്റിങ് മറ്റെന്തിനെ കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്പയറിങ് വളരെ ഇൻസ്പയറിങ് ആയിട്ടുള്ള പേരൻ്റ് ആകാൻ പറ്റുന്നത്, എങ്ങനെ നമ്മുടെ കുട്ടീനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കുട്ടിയും പേരൻസുമായിട്ടുള്ള നല്ല ഒരു മനസ്സുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായിട്ട് പറ്റും. ഇനി ഞാൻ ഡോക്ടർ കലാമിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് യു ക്യാൻ മേക്ക് യുവർ ചൈൽഡ് വേൾഡ് ഫേമസ്. അതിനുള്ള സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കാം ഫോർ നർച്ചറിങ് ഹിസ് ഓർ ഹെർ ടാലൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. പിന്നെ പ്രോബ്ലമാറ്റിക് പേരൻറ്റിങ്, ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടുള്ള അതിനകത്ത് സ്റ്റൈൽസ്, അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന അഡ്രസ്സിങ് ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് പേരൻറ്റിങ് അപ്രോച്ചസ്. അപ്പോൾ അതുപോലെ തന്നെ ചൈൽഡ് പേരൻറ്റ് റിലേഷൻഷിപ്സ്, ബിൽഡിംഗ് സ്ട്രോങ് ബോണ്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബന്ധം നിർമ്മിച്ചെടുക്കുക. ആൻഡ് പേരൻറ്റിങ് ബേസിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഫോർ റേസിങ് ചിൽഡ്രൻ. ഞാൻ ഈ പേരൻറ്റിങ്ങിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെൽ റിസർച്ച്ഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കുട്ടികളിൽ ഒരുപാട് മാറ്റം വരുത്താവുന്ന ബുക്കാണ്. ഇനി നമുക്കതുപോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ടില്ല, പാരൻസും കുട്ടികളും ചെയ്യുമ്പോൾ സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ്. എങ്ങനെ നമുക്ക് സ്പിരിച്വലിയും കൂടി സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഏത് മതത്തിലായാലും മതത്തിന് അതീതമായാണെങ്കിലും നമുക്കെങ്ങനെ സക്സസ്ഫുൾ ആകാം. അപ്ലൈയിങ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ടു പ്രിപ്പയറിങ് ഫോർ ദ ബെറ്റർ ഔട്ട്കം. അപ്പോൾ വളരെ സെൻസിബിൾ പാരൻറ്റിങ് എങ്ങനെയാണ്, പ്രാക്ടിക്കൽ ആൻഡ് റാഷണൽ അപ്രോച്ച് ടു ചൈൽഡ് റെയറിങ്. ഇപ്പോൾ നമ്മളത് നോക്കുമ്പോഴത്തേക്കും സാധാരണ ബൈബിളിൽ പറയുന്ന സെൻറ്റൻസ് ഉണ്ട്, മത്സ്യങ്ങളെയും പക്ഷികളെയും നോക്കി നിങ്ങൾ പഠിക്കുക. ഈഗിള് അതിൻ്റെ കുഞ്ഞിനെ എടുക്കുന്ന രീതി, ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ മുകളിൽ കൂടുണ്ടാക്കി അവിടെ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞു വരുന്നതനുസരിച്ച് അതിനകത്തുള്ള തൂവലും സോഫ്റ്റഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പെറുക്കി കളഞ്ഞുകൊണ്ടിരിക്കും. ചിറകുകൾ ഈ തൂവലെല്ലാം വെച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ആ കൂടിനകത്തിരിക്കുന്നത് ഭയങ്കരമായി അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ഇതിന് മാംസം കൊടുക്കുന്നത് തന്നെ പറന്നുപോയി തറയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാമ്പിനെ പൊക്കി എടുത്ത് കൊണ്ടുവന്ന് കൊത്തി മുറിച്ച് അതിൻ്റെ മാംസം ചോര ഒലിക്കുന്ന മാംസമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ കരുത്തരായി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴേക്കിടും. അപ്പോൾ താഴെ നിന്ന് കരുത്തരായ കുട്ടികളെല്ലാം പറന്നുപോയി അടുത്ത മരത്തെ പോയിരിക്കും. കഴിവില്ലാത്ത കുട്ടികൾ താഴെ വീണത് കാക്ക കൊണ്ടുപോകും. അപ്പോൾ ഈ രീതിയിലാണ് പരുന്ത് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. പരുന്തിൻ്റെ ട്രെയിനിങ് നമ്മൾ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് സ്ട്രോക്ക് ഓഫ് റെക്കഗ്നേഷൻ ആൻഡ് അക്നോളജ്മെൻറ്റ്, അഫേമിങ് ചിൽഡ്രൻസ് എഫേർട്സ് ആൻഡ് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അവരുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ നമ്മൾ അനുമോദിക്കുകയും അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും. ഈ ഒരു കോഴ്സിനകത്ത് ഏതാണ്ടൊരു 101 പേരൻറ്റിങ് ടിപ്സ് പറയുന്നുണ്ട്. അതിനകത്ത് വളരെ ക്വിക്കായിട്ട് പ്രാക്ടിക്കൽ അഡ്വൈസ് ഫോർ ബെറ്റർ പേരൻറ്റിങ് ടെക്നിക്സ്. പേരൻസിന് വളരെ പോസിറ്റീവ് റോൾ മോഡൽസ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളെ കണ്ടാണല്ലോ അവർ പഠിക്കേണ്ടത്. കാരണം ആക്ച്വലി കുട്ടികളുടെ ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെയാണ്. ഇപ്പോൾ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്പോഞ്ച് അങ്ങ് അബ്സോർവ് ചെയ്യും. അപ്പോൾ നമ്മളുടെ മോഡൽ കണ്ടിട്ടാണ് കുട്ടികൾ ഒരുപാട് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എൻഹാൻസ് ചിൽഡ്രൻസ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. കുട്ടികൾ എപ്പോഴും അവർക്ക് എക്സ്പ്ലോറേഷൻ നടത്തിക്കൊണ്ടിരിക്കും, പല മിസ്റ്റേക്കുകളും പറ്റും. ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൊരു കേസ് സ്റ്റഡി ഉണ്ട്. ഒരു സയൻറ്റിസ്റ്റ് അയാളുടെ ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ച് അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് പാല് കുപ്പിക്കകത്ത് വെച്ചിരുന്നു. ഈ കുപ്പി ഇങ്ങനെ പുറത്തോട്ട് വലിച്ചെടുത്തപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് ഈ താഴെ വീണത് പൊട്ടി കിച്ചണിലെല്ലാം പാലിങ്ങനെ നിരന്നു.
അപ്പോൾ ആ സൗണ്ട് കേട്ടോണ്ട് ഇയാളുടെ അമ്മ വന്ന് നോക്കിയപ്പോൾ ഇയാൾക്ക് 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അവിടെ മുഴുവൻ പാല്, അപ്പോൾ ആ കുപ്പിച്ചിലെല്ലാം പെറുക്കി അമ്മ കളഞ്ഞിട്ട് ഈ കുട്ടിയോട് പറഞ്ഞതാ, നിനക്ക് പാലിൽ കളിക്കാൻ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അങ്ങനെ ആ പാലിൽ കളിക്കാനായിട്ട് അവിടെ ഒരു മിസ്റ്റേക്ക് കാണിക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ്, അതാണ് പലപ്പോഴും സയൻറ്റിഫിക് വേൾഡ് അയാൾക്ക് വിജയം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ പലരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് കാണിക്കാൻ ടീച്ചേഴ്സ് സമ്മതിക്കത്തില്ല, പേരൻസ് സമ്മതിക്കത്തില്ല, സൊസൈറ്റി സമ്മതിക്കത്തില്ല. നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചുകൂടാ. മിസ്റ്റേക്ക് കാണിക്കാത്ത ആൾക്കാർക്കൊന്നും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്ലോറേഷനും നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആൻഡ് പ്രൊമോട്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതും നമ്മൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അപ്പോൾ പേരൻസിൻ്റെ വിവാഹ ബന്ധം തർക്കത്തിലും ആടിയൊലഞ്ഞും കോടതി വരാന്തയിലും കൂടെ പോകുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു തനിയാവർത്തനം സംഭവിക്കാനുള്ള ചാൻസ് അറൗണ്ട് 80% എങ്കിലും കുട്ടിക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് പേരൻറ്റിങ് കൊടുക്കുമ്പോൾ ട്രബിൾഡ് മാരേജ് ആണെങ്കിൽ എപ്പോഴും ഇനി അഥവാ പിരിയുവാണ്, ചില സാഹചര്യത്തിൽ നമുക്ക് ബന്ധമല്ല ബന്ധനമാണ്, പിരിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ പിരിയുവാണെങ്കിലും ഈ സ്പർദ്ധയും പ്രശ്നവും ആങ്കറും വലിയ ഹാർട്ട് ഫീലിംഗ് ഒന്നും ഇല്ലാതെ സന്തോഷത്തോടെ ഒരു ഫ്രണ്ടായിട്ട് പിരിയുക, മക്കളും അത് കണ്ട് പഠിക്കുക, വീണ്ടും മക്കളുടെ കാര്യത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ഒരു കുട്ടിയെ തന്നതിലുള്ള ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി 2 പേരിൽ ആരാണെങ്കിലും 2 പേരുടെ ചേർന്നാണല്ലോ ഈ കുട്ടിയുടെ അവകാശം. അപ്പോൾ അതിലുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മറ്റേ ആളെ കണ്ടുകൊണ്ട്, അപ്പോൾ അവർ തമ്മിലുള്ള പെരുമാറ്റങ്ങൾ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വരും ഇത്. അപ്പോൾ റെഡ്യൂസ് ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇതുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മൾ കുട്ടികൾക്ക് ഒരു വിലയും കൊടുക്കാതെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ടാണെങ്കിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ കുട്ടി വലുതായി കഴിഞ്ഞ് 10-50 വയസ്സൊക്കെ ആയിട്ട് അതിൽ എല്ലാവരും പ്ലീസ് ചെയ്യാനായിട്ട് കുട്ടി പോകും. എവിടെയും പ്ലീസ് ചെയ്യാനായിട്ടുള്ള, വഴിവിട്ടാണെങ്കിലും പ്ലീസ് ചെയ്യാനായിട്ട്, മൊറാലിറ്റി വിട്ടുപോലും പ്ലീസ് ചെയ്യാനായിട്ട് കുട്ടി, അപ്പോൾ ആരെയും പണക്കാൻ പറ്റില്ല. അതൊരു വളരെ വീക്ക് പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ബിൽഡിങ് റെസീലിയൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി, സങ്കടം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാനും ഏത് സാഹചര്യവുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാനും, ക്രിയേറ്റിംഗ് എ നർച്ചറിങ് ആൻഡ് സപ്പോർട്ടീവ് എൻവയറമെൻറ്റ്, ജീവിച്ചു പോകാനായിട്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ള എൻവയറമെൻറ്റ്, സ്ട്രെങ്തൻസ് ഫാമിലി ബോൺസ്, കുടുംബത്തിനകത്തുള്ള നല്ല ബന്ധം, എൻകറേജ് ഇമോഷണൽ ഇൻ്റലിജൻസ്, കൾട്ടിവേറ്റ് എമ്പതി, പേരൻസിൻ്റെ വിഷമം കുട്ടികൾ അതേ രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന പോലെ മനസ്സിലാക്കാനും, കുട്ടികളുടെ പ്രയാസങ്ങൾ പേരൻസ് അതേ രീതിയിൽ മനസ്സിലാക്കാനും കഴിയുന്നതാണ് എമ്പതി. അതേസമയത്ത് കമ്പാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ഹി ഹാസ് ഗോട്ട് എ പ്രോബ്ലം, അപ്പം അതുണ്ട് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. പലപ്പോഴും കുട്ടി കള്ളം പറയുന്നതാണ്, കുട്ടിക്ക് രോഗമില്ല എന്നൊക്കെ പറയുന്ന പേരൻസ് ഒരുപാടുണ്ട്. അപ്പോൾ കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഓൺ ദാറ്റ് പ്രോബ്ലം, അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുക. ഇനി എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അത് പേരൻസിന് വേണം. ഫോസ്റ്റർ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ്, കുട്ടി നമ്മളുടെ അടുത്ത് പൂർണ്ണ സുരക്ഷിതനാണ് എന്നുള്ളൊരു ബോധ്യം. കുട്ടികളോട് ഒരിക്കലും കള്ളം പറയരുത്, കാരണം അവർക്ക് നമ്മളിൽ പൂർണ്ണമായ ട്രസ്റ്റ് വേണം. ആൻഡ് പ്രൊമോട്ട് ഹെൽത്തി സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കണം. എൻകറേജ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ കുട്ടി എടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കണം. ഇംപ്രൂവ് അക്കാഡമിക് പെർഫോമൻസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ അക്കാഡമിക് പെർഫോമൻസിന് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ കുട്ടികളെ പേരൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻസ്റ്റിൽ എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് ഒട്ടുമില്ല, അത് റെഡ്യൂസ് സ്ട്രെസ് ഫോർ ബോത്ത് പേരൻസ് ആൻഡ് ചിൽഡ്രൻ, രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലും പ്രശ്നം വരരുത്. എൻഹാൻസ്ഡ് പേരൻറ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ്, ഇത് ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ളത് പേരൻസിന് എപ്പോഴും നോക്കുമ്പോൾ സന്തോഷം വരണം. കുട്ടികളും ഈ പേരൻസ് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴാണ് കുട്ടികളുടെ ഭാഗത്തുണ്ടാകുന്നത്. ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തും മറ്റുമടുത്തൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. കൾട്ടിവേറ്റ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലേണിംഗ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളും പഠിക്കും. പ്രിപ്പയർ ചിൽഡ്രൻ ഫോർ ഫ്യൂച്ചർ സക്സസ്, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ വിജയത്തിന് വേണ്ടി കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് കോപ്പിംഗ് മെക്കാനിസം, തോൽവികളും വരാം, പരാജയങ്ങൾ വരുമ്പോഴും അതും അംഗീകരിച്ച ഒരു ഗെയിം തോറ്റതുപോലെ. ആൻഡ് എൻകറേജ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ബെറ്ററാക്കി കൊണ്ടുപോകാനായിട്ട്. ബിൽഡ് സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് വാല്യൂസ്,
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ആളായിട്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ മാറ്റണം, അതൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഫോസ്റ്റർ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ആൻഡ് അക്സെപ്റ്റൻസ്, പ്രൊമോട്ട് കൾച്ചറൽ അവെയർനെസ് ആൻഡ് ഡൈവേഴ്സിറ്റി, വിവിധങ്ങളായ സ്വഭാവങ്ങളും മതങ്ങളും ഒക്കെയുള്ള നമ്മുടെ നാട്. ഇൻസ്റ്റിലെ ലവ് ഫോർ ലൈഫ് ലോങ് ലേണിംഗ്, ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കാൻ കുട്ടികളൊരു താല്പര്യം ഉണ്ടാക്കുക. ക്രിയേറ്റ് ഹാപ്പി മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ് ആൻഡ് എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇതെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻകറേജ് ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഡിഫറൻസ്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ കുട്ടി നമ്മൾ പറയുന്ന അപ്പടി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എതിർക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ നമുക്ക് ചിരിക്കാം. കാരണം അവൻ ഇല്ല അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ നമ്മളെ ശകാരിക്കാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ, കുട്ടിയിലെ മൊറാലിറ്റി നമ്മളെ കഴിഞ്ഞും സ്ട്രോങ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്തൻ ഫാമിലി ട്രഡീഷൻസ് ആൻഡ് റിച്വൽസ്. എല്ലാ ഫാമിലിക്കും അവരുടേതായ ഒരു ട്രഡീഷൻ കാണും, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബിൽഡ് എ സ്ട്രോങ് ഇമോഷണൽ ബോണ്ട്സ് പേരൻസുമായിട്ട്. ഹെൽപ്പ് ചിൽഡ്രൻ മാനേജ് ഇമോഷൻസ് ഇഫക്റ്റീവ്ലി. പ്രൊവൈഡ് എ സെൻസ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് റൊട്ടീൻ. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇംപ്രൂവ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ്. എല്ലായിടത്തും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അതൊക്കെ പെട്ടെന്ന് റിസോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? പ്രൊമോട്ട് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് എമ്പതി ആൻഡ് എൻകറേജസ് ഹെൽത്തി റിസ്ക് ടേക്കിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഹെൽത്തി റിസ്ക് ടേക്കിംഗ് നമുക്ക് ചെയ്യാനായിട്ട്, നല്ല എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഫോസ്റ്റർ സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് വണ്ടർ. നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഓൾറെഡി തന്നെ ഉണ്ട്, നമ്മളതിനെ എൻഹാൻസ് ചെയ്യുകയോ ചെയ്യാവും. ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് എ പോസിറ്റീവ് സെൽഫ് ഇമേജ്. ഞാനൊരു സംഭവമാണെന്നുള്ളത് കുട്ടിക്ക് വലിയ രീതിയിൽ തന്നെ തോന്നണം. അപ്പം അതിൻ്റെ കൂടെ അവനിൽ ഹ്യൂമിലിറ്റിയും ഉണ്ടാക്കണം. ഞാൻ എബ്രഹാം ലിങ്കൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പ്രിൻസിപ്പാളിന് എഴുതിയൊരു ലെറ്റർ എൻ്റെ ഈ പുസ്തകത്തിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ മേക്ക് എ റെഫറൻസ് ഓഫ് ദാറ്റ്. കുട്ടികളെ വളർത്തേണ്ട എല്ലാ വിവരങ്ങളെക്കുറിച്ചും കുട്ടികളെ കൊണ്ടുവരേണ്ടതും സമീകൃതമായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് ഗ്ലോബൽ സ്കോളർ എന്ന് പറയുന്നൊരു ബുക്ക് സിസ്റ്റം തന്നെ ഞാനൊരു പാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രെങ്തൻ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, എൻഹാൻസ് ലീഡർഷിപ്പ് സ്കിൽസ്, പ്രൊമോട്ട് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. എവിടെ പോയാലും ടീമിൽ അവർക്ക് നിൽക്കാൻ പറ്റണം. ഇൻസ്റ്റിൽ എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സൊസൈറ്റി. എങ്ങനെയാണ് എപ്പോഴും കുട്ടിക്ക് ഉത്തരവാദിത്തം വേണം സമൂഹത്തോട്. എൻകറേജ് എൻവയറമെൻ്റൽ കോൺഷ്യസ്നസ് ആൻഡ് ബിൽഡ് സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. എൻഹാൻസ് എബിലിറ്റി ടു ചേഞ്ചിനെ എടുക്കാനായിട്ട്. ആൻഡ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിസിയേഷൻ. അത് കുട്ടിക്ക് ഉണ്ടാകണം ഏറ്റവും അത്യാവശ്യമായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ PAB എന്ന് പറയും, പാസീവ് അഗ്രസീവ് ബിഹേവിയർ. പേരൻ്റൽ ടിറനി ഭയങ്കര മോശമാണെങ്കിൽ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന വൈകല്യം, പ്രായമായി മരണം വരെ അയാൾ സഫർ ചെയ്യും. അയാളുടെ കൂടെയുള്ള സൊസൈറ്റി എല്ലാം സഫർ ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ നോക്കണം. നമ്മുടെ കുട്ടിയിൽ PAB ഉണ്ടോ, പാസീവ് അഗ്രസീവ് ബിഹേവിയർ ഉണ്ടോ? എൻകറേജ് ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേരൻസ്. സെറ്റ് ദ ഫൗണ്ടേഷൻ ഫോർ ഫുൾഫില്ലിംഗ് ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. അവരുടെ ജീവിതം നമ്മൾക്കാണ് ഏറ്റവും സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റുന്നത്. സോ വി മസ്റ്റ് മേക്ക് ഇറ്റ് വെരി സക്സസ്ഫുൾ. ഓൾ ദ ബെസ്റ്റ്.